വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നതാണ് പരാജയപ്പെടാതിരിക്കാനുള്ള മാർഗം. പാഠം ഭഗീരഥ പ്രയത്നം. ഭഗീരഥന്റെ പ്രയത്നം പോലെയായിരുന്നു വാൽവ് നിർമ്മാണം. 60,000 വർഷം പ്രയത്നിച്ചിട്ടും ഫലമില്ലാതെ ഭഗീരഥൻ വീണ്ടും ഒന്നേ എന്ന് തുടങ്ങിയ സ്ഥിതി. 1982 വാൽവ് വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമം ശ്രീചിത്രയിൽ തുടങ്ങുന്നത്. നീണ്ട 70 വർഷം വേണ്ടിവന്നു ശ്രീചിത്ര വാൽവ് സഫലമാവാൻ. ആദ്യ 3 മോഡലും പരാജയപ്പെട്ടു. 1 ഡസൻ ആടുകളിൽ പരീക്ഷിച്ച ശേഷമാണ് വാൽവ് ശരിയായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പിക്കാനായത്. വാൽവ് വികസന ശ്രമത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് പൊതുവെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. കേരളത്തിലെ മുതിർന്ന ഡോക്ടർമാർ പോലും പരസ്യമായി അങ്ങനെ പ്രതികരിച്ചിരുന്നു. അതൊക്കെ വലിയ വേദനയുണ്ടാക്കിയെങ്കിലും എനിക്ക് ലക്ഷ്യം നേടാനുള്ള വലിയ പ്രേരണയായി ഓരോ എതിരഭിപ്രായവും മാറിക്കൊണ്ടിരുന്നു. വാൽവിന്റെ ഫ്രെയിം ക്രോമിയം കൊബാൾട്ട് അലോയ് ആയിരുന്നു. വിമാനത്തിലൊക്കെ ഉപയോഗിക്കുന്ന അലോയ് ആണ്. ഡിസ്കിനുള്ള മെറ്റീരിയൽ ലൈറ്റ് പ്ലാസ്റ്റിക് ആയിരുന്നു. അൾട്രാ ഹൈ പോളിയെത്തിലീൻ എന്നാണ് വ്യവസായ ലോകത്ത് ഇത് അറിയപ്പെടുന്നത്. അക്കാലത്ത് ഈ അലോയ് ഇറക്കുമതി ചെയ്യുകയായിരുന്നു. എങ്കിലും വേണ്ടിവന്നാൽ അത് നിർമ്മിച്ചു തരാമെന്ന് മിശ്രധാതു നിഗത്തിന്റെ അധികൃതർ എനിക്ക് ഉറപ്പു തന്നിരുന്നു. കൃത്രിമ വാൽവ് മെറ്റൽ ഫ്രെയിമിൽ തുന്നിച്ചേർക്കാനുള്ള പ്ലാസ്റ്റിക് ഫാബ്രിക് നിർമ്മിച്ചു തന്നത് കോയമ്പത്തൂരിലെ സൗത്ത് ഇന്ത്യ ടെക്സ്റ്റൈൽ അസോസിയേഷൻ ആയിരുന്നു. പരീക്ഷണശാലയിൽ വിജയമുറപ്പായ വാൽവ് പിന്നീട് വാണിജ്യാടിസ്ഥാനത്തിൽ വികസിപ്പിച്ചത് മദ്രാസിലെ TTK ആയിരുന്നു. ഇന്ന് 1,50,000-ലേറെ പേർ ഈ വാൽവുമായി ജീവിക്കുന്നു. ഏതു പരീക്ഷണത്തിലെയും പരാജയങ്ങളെപ്പറ്റി ആരും എഴുതാറില്ല. ശ്രീചിത്രയിലെ ഹൃദയവാൽവിനു വേണ്ടി 7 വർഷം തുടർച്ചയായ ഗവേഷണം. ഇതിനിടെ 3 മോഡൽ പരാജയപ്പെട്ടു. ഒരു ഇംഗ്ലീഷ് വാരിക വളരെ മോശമായി ഞങ്ങളെ അധിക്ഷേപിച്ച് ഫീച്ചർ എഴുതി. ആദ്യ റോക്കറ്റ് വിജയകരമായി നിക്ഷേപിക്കുന്നതുവരെ ശാസ്ത്രജ്ഞർ കളിയാക്കലുകൾക്ക് വിധേയരായിരുന്നുവല്ലോ. കളിയാക്കിയവർ ഒരു കാര്യം ഓർത്തില്ല. പരാജയപ്പെട്ട പരീക്ഷണങ്ങളില്ലാതെ ആരും സ്വന്തമായി ഒന്നും വികസിപ്പിച്ചിട്ടില്ല. അഥവാ പരാജയമറിയാതെ ഞങ്ങൾ ഒരു സാങ്കേതികവിദ്യ വികസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് കള്ളമാണ് താനും. ഭർതൃഹരിയുടെ നീതിശതകത്തിലെ ഒരു ശ്ലോകത്തിന്റെ ആശയമാണ് ഓർമ്മ വരുന്നത്. നീചർ വിഘ്നങ്ങൾ ഉണ്ടാകുമെന്ന ഭയത്താൽ ഒരിക്കലും ഒരു കാര്യം തുടങ്ങുന്നില്ല. മധ്യമർ വിഘ്നമുണ്ടാകുമ്പോൾ നമ്മൾ തുടങ്ങിയ കൃത്യം ഉപേക്ഷിക്കുന്നു. ഉത്തമരാകട്ടെ നിരന്തരം വിഘ്നമുണ്ടായാലും തുടങ്ങിയ കൃത്യത്തിൽ നിന്ന് ഒരു കാലത്തും മാറുന്നില്ല. എഴുതിയിരിക്കുന്നത് ഡോക്ടർ MS വല്യത്താൻ, VD ശെൽവരാജ്. പഠനം സഫലം. 8-ൽ 10 കാട്ടിൽ 10 നാട്ടിൽ 10 എന്നാണ് വൈദ്യനാകാനുള്ള തയ്യാറെടുപ്പിനെ പറ്റിയുള്ള പ്രമാണം. 8-ൽ 10 എന്നത് ശാസ്ത്ര പഠനത്തിന്റെ കാലമാണ്. നല്ലൊരു ഗുരുവിന്റെ കീഴിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ, അതായത് ഏടുകൾ 10 വർഷം നന്നായി പഠിക്കണം. പിന്നെ കാട്ടിൽ 10 മരുന്നുകളും അവയുടെ ഗുണദോഷങ്ങളും പഠിക്കാനാണ് അടുത്ത 10 വർഷം വിനിയോഗിക്കേണ്ടത്. ഓരോ മരുന്നിന്റെയും സ്വഭാവവും മറ്റുള്ളവരോട് ചേരുമ്പോൾ വരുന്ന പരിണാമവുമൊക്കെ പഠിക്കാൻ 10 വർഷം വേണം. അത് കഴിഞ്ഞുള്ള 10 വർഷം നാട്ടിൽ രോഗികളെ ചികിത്സിക്കണം. മുതിർന്നൊരു വൈദ്യന്റെ മേൽനോട്ടത്തിലായിരിക്കണം ഇത്. നമ്മുടെ പാരമ്പര്യത്തിൽ വളരെ പ്രധാനമായി പറയുന്ന ഒന്നാണ് വൃദ്ധസേവ. ഇന്നത്തെ കുട്ടികൾ ഇത് കേട്ടാൽ ചിരിക്കും. എന്നാൽ വൈദ്യന് മാത്രമല്ല, ഏതു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരും വിജയിക്കണമെങ്കിൽ വൃദ്ധസേവ കൂടാതെ കഴിയില്ല. വാർദ്ധക്യത്തെ അളക്കുന്നത് പ്രായം കൊണ്ടല്ല, ജ്ഞാനം കൊണ്ടാണ്. കവിത രചിക്കാൻ മുതിർന്ന കവികളുടെ നിർദ്ദേശം നല്ലതാണ്. ഒരു നടൻ വളരുന്നത് ആശാന്റെ കൂടെ നടന്ന് അദ്ദേഹം ചെയ്യുന്നത് കണ്ടിട്ടാണ്. കളരിയിൽ ചൊല്ലിയാടിയതുകൊണ്ട് മാത്രം രംഗത്ത് ശോഭിക്കാനാവില്ല. വക്കീലാകാൻ മുതിർന്ന ഒരു വക്കീലിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ മുതിർന്നവരുടെ കീഴിൽ രോഗികളെ ചികിത്സിക്കുന്നത് കണ്ടും ഗുരുനാഥന്റെ നിർദ്ദേശമനുസരിച്ച് സ്വയം ചികിത്സിച്ചും 10 കൊല്ലം കഴിയണം. അപ്പോഴും ഇത് പ്രായോഗിക പരിശീലനമേ ആയിട്ടുള്ളൂ. 10 വർഷം ചികിത്സിച്ച് പരിശീലനം നേടുമ്പോഴേക്ക് പഠനം തുടങ്ങിയിട്ട് 30 വർഷമാകും. ഇങ്ങനെ 30 വർഷം പഠനവും പ്രായോഗിക പ്രവർത്തനങ്ങളും ചെയ്യുമ്പോഴാണ് ഒരാൾ നല്ല ഒരു വൈദ്യനായി മാറുന്നത്. എഴുതിയിരിക്കുന്നത്
ഡോക്ടർ പി കെ വാര്യർ.